ഹായ് ആൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഇന്ത്യൻ ഫെഡറലിസം എന്ന പാർട്ടൊന്ന് തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണെന്ത്? ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണെന്ത്? ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് ഇതിലുള്ളത്. എന്താണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്? എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. അപ്പോൾ ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 എന്താണ് പറയുന്നത്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദം വായിച്ചല്ലോ, അതാണ് ഈ മേലെ പറഞ്ഞുള്ളത്. യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളുമാണ്. 1 യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. എന്താണ്? അതിലൊന്നാണ് ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. 1 2ാമത്തെയാണ് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. 1 3ാമത്തെയാണ് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 ബ്രാക്കറ്റിനുള്ളിൽ അതിൽ പറഞ്ഞതാണ് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം. അടുത്തത് ഘ 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങൾ, ഘ ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദമാണ് ഇങ്ങനെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇത് പ്രകാരം ഇന്ത്യ, അതായത് ഭാരതം എന്താണ്? സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 പ്രകാരം എന്താണ്? ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അടുത്ത പോയിന്റ്. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ അനുച്ഛേദത്തിൽ ഇത് എന്താണ്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഇത് പ്രകാരം ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അടുത്ത പോയിന്റ്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ചിലതാണിത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. 1 കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ആദ്യത്തെ സവിശേഷതകൾ മെയിനായിട്ടുള്ള ഒന്നാണ് എന്ത്? ഇന്ത്യൻ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അടുത്തത് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. അധികാര വിഭജനം വരുമ്പോൾ കൂടുതൽ വിഷയങ്ങളും പ്രധാനപ്പെട്ട അധികാരങ്ങളും ആർക്കാണ്? കേന്ദ്രത്തിനാണുള്ളത്. അടുത്ത പോയിന്റ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഭാരതത്തിനുള്ളത്. ഇന്ത്യൻ ഫെഡറലിസത്തിലെ പറഞ്ഞുള്ള ഒരു സവിശേഷതയാണ് എന്ത്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണുള്ളത്. അടുത്തത് അർദ്ധ ഫെഡറൽ സംവിധാനമാണുള്ളത്. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്താണ്? അർദ്ധ ഫെഡറൽ സംവിധാനമാണ് ഉള്ളത്. അടുത്ത പോയിന്റ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് എന്താണ്? ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത്. അടുത്തത് ഭരണഘടനയുടെ പരമാധികാരത്തെക്കുറിച്ച് ഇന്ത്യൻ ഫെഡറലിസത്തിന് പറഞ്ഞിട്ടുണ്ട്. സവിശേഷതകളിൽ ഒന്നാണ് എന്ത്? ഭരണഘടനയുടെ പരമാധികാരം. അടുത്തത് ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മറ്റൊരു പോയിന്റാണ് എന്ത്? ഏക പൗരത്വം. അടുത്ത പോയിന്റാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ ആർക്കാണ്? കേന്ദ്രത്തിനാണ് അതിൻ്റെ മേൽക്കൈ വരുന്നത്. അടുത്ത പോയിന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സവിശേഷതകളാണ്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. രണ്ടെന്താണ്, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും. അടുത്തത്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഉള്ളത്. അടുത്തത്, അർദ്ധ ഫെഡറൽ സംവിധാനമാണുള്ളത്. അടുത്ത പോയിന്റാണ്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത്. അടുത്ത പോയിന്റാണ്, ഭരണഘടനയുടെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്നു, ഏകപൗരത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിനാണ് മേൽക്കൈ കൊടുക്കുന്നത്. അടുത്ത പോയിന്റ്, നമ്മുടെ ഇന്ത്യക്ക് എന്താണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് എന്ത്, ഇന്ത്യൻ ഫെഡറൽ ഘടന എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റാണ്, രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ എന്താണ്, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ്. അപ്പൊ അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാ? 7ാമത്തെ പട്ടികയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ്, 7ാം പട്ടികയിൽ പറയുന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണെന്ത്, യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. യൂണിയൻ ലിസ്റ്റിലെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമാണ്, യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ എന്താണ്, യൂണിയൻ ലിസ്റ്റിലെ ഉദാഹരണങ്ങളാണ്. ഒന്നുകൂടെ പറയാം, വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ യൂണിയൻ ലിസ്റ്റിലെ അധികാരങ്ങൾക്ക് ഉള്ള എക്സാമ്പിളുകളാണ്. അടുത്തത്, സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എത്ര വിഷയങ്ങളാണ്? 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിന്റെ ഉദാഹരണം നോക്കാം. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നത് ഏതിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അടുത്തതാണ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. അടുത്ത പോയിന്റ് എന്താണ്? സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണെന്ത്? സമവർത്തി ലിസ്റ്റ്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയൊക്കെ എന്തിലാണ് ഉൾപ്പെടുന്നത്? സമവർത്തി ലിസ്റ്റിലാണ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റിലുള്ളത്. അവ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയൊക്കെ എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. തുടക്കത്തിൽ ഇതിൽ എത്ര വിഷയം ഉണ്ടായിരുന്നു? 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്വറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണാധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ അവശേഷിക്കുന്ന അധികാരങ്ങളിലെ റെസിഡ്വറി പവേഴ്സിലെ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് എന്ത്? സൈബർ നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അധികാര വിഭജനം. 7ാം പട്ടികയിലാണ് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റാണ് ഏത്? യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് എന്തറിയപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ.
ഇനി യൂണിയൻ ലിസ്റ്റിന് ഉദാഹരണം എന്തൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, പിന്നെന്താണ് റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ എന്തിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. എന്തൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. അടുത്ത പോയിന്റാണ് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ ആർക്കാണ് ഇവിടെ നിയമനിർമ്മാണത്തിലുള്ള അധികാരമുള്ളത്? സംസ്ഥാന ലിസ്റ്റില് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് നിയമനിർമ്മാണ അധികാരമുള്ളത്. അടുത്ത പോയിന്റ്, തുടക്കത്തിൽ എത്ര വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്? തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. യൂണിയൻ ലിസ്റ്റിൽ തുടക്കത്തിൽ എത്രയായിരുന്നു? 97. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ 66. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സാധനങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ ഒക്കെ എന്തിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം ഒക്കെ ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അടുത്ത പോയിന്റാണ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലെ ആർക്കൊക്കെയാണ് നിയമനിർമ്മാണത്തിലുള്ള അധികാരമുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റിനുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പൊ തുടക്കത്തിൽ ഇന്ന് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? കൺകറന്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, പിന്നെന്താണ് വിവാഹം, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ മുതലായവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അടുത്ത പോയിന്റാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിജ്വറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളിൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇതിന് ഉദാഹരണം എന്താണ്? സൈബർ ലോസ് എന്തിനു ഉദാഹരണമാണ്? റെസിജ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? സൈബർ നിയമങ്ങൾ. അടുത്തതൊരു കോട്ടാണ് അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം എന്താണ്? ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് പറഞ്ഞതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണെന്ത്? ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിച്ചിരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എന്താണ് അധികാരം വേർതിരിക്കൽ? നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ, പിന്നെന്താണ് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്, പിന്നെന്താണ് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി എന്നിവയാണ് അധികാരം വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണമാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മുടെ ഭരണഘടനയിൽ അധികാരങ്ങളെ വേർതിരിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ആൻസറാണ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നത്. അടുത്ത പോയിന്റ്, ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതല എങ്ങനെയാണെന്ന് നോക്കാം, വിഭജിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് നിയമനിർമ്മാണ സഭ അഥവാ എന്താണ്? ലെജിസ്ലേച്ചർ. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ് എന്നാണ്. രാജ്യത്തിനാവശ്യമായ
നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നത് ആരുടെ ധർമ്മമാണ്? പാർലമെന്റിന്റെ ധർമ്മമാണ്, പ്രാഥമിക ധർമ്മമാണ്. അടുത്ത പോയിന്റ്, വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയിട്ട് എന്താണ് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ്? ലോക്സഭ, രാജ്യസഭ എന്നിവ 2 സഭകൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അടുത്ത പോയിന്റ്, വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവരുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. വലുപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവയുടെ ദേശീയ നിർമ്മാണ സഭയിൽ എന്താണ് 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. അടുത്ത പോയിന്റ്, കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ് എന്നാണ്. അടുത്ത പോയിന്റ്, രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. അപ്പോൾ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണോ? അല്ല, പാർലമെന്റ് ആണ് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ്, വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലുപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായിട്ട് അവരുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് ഇത് സഹായകമാണ്. അടുത്ത പോയിന്റ്, കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാം എന്ന് നോക്കാം. പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്: എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതൊക്കെ എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്. അടുത്തതാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, നിയമനിർമ്മാണം. ഒക്കെ എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ: നിയമനിർമ്മാണമുണ്ട്, പൊതുഖജനാവിന്റെ സംരക്ഷണമായി പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുന്നുണ്ട്, പിന്നെന്താണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നുണ്ട്, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും നടത്തുന്നതൊക്കെ ആരാണ്? പാർലമെന്റാണ്. അപ്പോൾ ഈ പാർട്ട് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ എടുക്കാം. ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാർട്ടായിട്ട് ചെയ്യാം. വലിയ ഇതായാലും നമുക്ക് ചിലപ്പോൾ കേൾക്കാനും ഇതാക്കാനൊക്കെ ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.